എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈലക്കാട്, കൊട്ടിയം, മേവറം, അയത്തിൽ, കല്ലുംതാഴം വരെയുള്ള ഒരു ഡ്രൈവ് വീഡിയോയാണ്. പാരിപ്പള്ളി മുതൽ മൈലക്കാട് വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മൈലക്കാട് നിർമ്മിക്കുന്ന അണ്ടർപാസിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആറിവാൾ വർക്കും സോയിൽ ഫില്ലിങ്ങും നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊട്ടിയം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തെ വീഡിയോയും 2 ആഴ്ച മുന്നേ ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് കഴിയുമ്പോൾ ഓടയേക്കാളും അല്പം കൂടി ഉയരത്തിലായിരിക്കും സർവീസ് റോഡ് വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന മഴവെള്ളം എളുപ്പത്തിൽ ഒഴുകി ഓടയുടെ മുകളിലെത്തുകയും അതിലുള്ള ചെറിയ ഹോള് വഴി വെള്ളം അകത്തേക്ക് പോകും എന്ന കൺസെപ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ മഴയുടെ അളവനുസരിച്ചിട്ടുള്ള ഒരു നിർമ്മാണമല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയ ഹോളുകളാണ് എല്ലാത്തിലും ഇട്ടിരിക്കുന്നത്. സിതാര ജംഗ്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ മെയിൻ റോഡിൽ നിന്നും ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. കൊട്ടിയം ഭാഗത്തേക്കുള്ള എക്സിറ്റാണിത്. സർവീസ് റോഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. സർവീസ് റോഡിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഓടയുടെ മുകളിൽ ചെറിയ ഹോളുകളുണ്ട്. മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ചെറിയ ഹോളുകളാണ്. അതെല്ലാം ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. ഓട കഴിഞ്ഞാൽ പിന്നെ 1 മീറ്റർ വീതിയുള്ള നടപ്പാതയും ഉണ്ട്. ഈ നടപ്പാത ഇൻ്റർലോക്ക് ഉപയോഗിച്ച് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. പല ഭാഗങ്ങളിലും വിട്ടുവിട്ടാണ് നടപ്പാതയ്ക്ക് വേണ്ടിയുള്ള ഇൻ്റർലോക്ക് വിരിക്കുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ വീതി കുറവായതിനാൽ ഇൻ്റർലോക്ക് ഇടുന്നില്ല. മറ്റു ചില ഭാഗങ്ങളിൽ ഓടയേക്കാളും താഴ്ന്നു കിടക്കുന്ന പ്രദേശമായതിനാൽ അവിടെയും ഇൻ്റർലോക്കൊന്നും വിരിച്ചിട്ടില്ല. പല ഭാഗങ്ങളിലും മണ്ണ് ഉറപ്പിക്കാതെയാണ് ഇൻ്റർലോക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹെവി വാഹനങ്ങൾ വല്ലതും അതിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഇൻ്റർലോക്ക് മുഴുവൻ ഇളകിപ്പോണ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. പല സ്ഥലങ്ങളിലും ഇൻ്റർലോക്ക് ഇട്ടത് മുഴുവനും ഇളകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മഴയിൽ ഈ എക്സിറ്റ് പോയിൻ്റ് വരുന്ന ഭാഗത്താണ് വെള്ളം കെട്ടി നിന്ന് വലിയ ഗതാഗത കുരുക്കുണ്ടായതും വാഹനങ്ങൾ കുറച്ചൊക്കെ നാശനഷ്ടം സംഭവിച്ചതും. ഇതിന് കാരണം ഈ ഓടയിലൂടെ വെള്ളം പ്രോപ്പറായി ഇറങ്ങാത്തത് കൊണ്ടായിരുന്നു. കൊട്ടിയം ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 4 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവറിൽ 3 ഓപ്പണിങ്ങുകളും ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തെ കോൺക്രീറ്റ് വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. ഗതാഗതത്തിനായി തുറന്നു കൊടുത്തതിന് ശേഷം ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സർവീസ് റോഡിനോട് ചേർന്നുള്ള അനധികൃതമായ പാർക്കിങ്ങും ബസ്സുകൾക്ക് നിർത്തി ആൾക്കാരെ എടുക്കാനുള്ള സൗകര്യം ഇല്ലായ്മയും മൂലം വലിയ ട്രാഫിക് ബ്ലോക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ 3 ഓപ്പണിങ്ങുകൾ തുറന്നു കൊടുത്തതോടുകൂടി വലിയ ബസ്സുകളൊക്കെ ഇതിനകത്ത് നിർത്തി ആൾക്കാരെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ബ്ലോക്കിന് പരിഹാരമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്.
ഈ ഭാഗത്തൊക്കെ ആര്യവാൾ നല്ല ഹൈറ്റിലാണ് വർക്ക് നടക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ഉമയനല്ലൂർ ഡയറക്ഷനിലേക്ക് പോകാം. ഉമയനല്ലൂരിനും കൊട്ടിയത്തിനും ഇടയ്ക്ക് കുറച്ച് ഭാഗത്തെ മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും ഒക്കെ വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സർവീസ് റോഡിൽ നിന്ന് ഡിവിയേറ്റ് ചെയ്ത് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നേരെ കാണുന്നത് ഉമയനല്ലൂർ നിർമ്മിച്ച അണ്ടർപാസിൻ്റെ മുകൾ ഭാഗമാണ്. 2 ആഴ്ച മുന്നേ ചെയ്തിരുന്ന വീഡിയോയിൽ ഈ അണ്ടർപാസിൻ്റെ 2 ഭാഗങ്ങളും ഫുള്ളായി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സൈഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിനു മുന്നേ ഇവിടെ പൂർണ്ണമായി ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിരുന്നതാണ്. ഇപ്പോൾ അണ്ടർപാസിനോട് ചേർന്ന് 2 സൈഡിലുമായി 5 മീറ്റർ വിട്ട് പഴയ ടാറിങ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. കല്ലുവാതിക്കലും ഊറാംവിളയും ചെയ്തതുപോലെ ഇവിടെയും 5 മീറ്റർ ഗ്യാപ്പിൽ ടാറിങ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്നും നേരെ പോകുന്നത് മേവറം ഭാഗത്തേക്കാണ്. മേവറത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ഇതിൻ്റെ ഒരു വശത്തെ കോൺക്രീറ്റ് വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയതാണ്. രണ്ടാമത്തെ വശത്തെ കോൺക്രീറ്റ് വർക്കാണ് ഇപ്പം നടക്കുന്നത്. കൂടാതെ ഇതിനോട് അനുബന്ധമായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും ആറിവാളിൻ്റെ വർക്കും ഒക്കെ നടക്കുന്നുണ്ട്.
അണ്ടർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വാഹനം സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. മെയിൻ റോഡിൻ്റെ വർക്കിന് വേണ്ടി ഇപ്പോൾ സോയിൽ കോമ്പാക്റ്റ് വർക്കാണ് നടക്കുന്നത്. സർവീസ് റോഡ് വഴി ഇവിടെ നിന്ന് നേരെ പോകുന്നത് പാലത്തറ ഭാഗത്തേക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയൊക്കെ വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ഇത് പാലത്തറ ഭാഗത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. ഇതിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ വർക്കൊന്നും നടക്കുന്നില്ല. ഇവിടെ കുറച്ച് ഭാഗത്ത് ഡിവൈഡർ ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ സ്ഥലം അളവെടുക്കുന്ന സമയത്ത് അധികമായി വന്നതായിരിക്കാം. സർവീസ് റോഡിൻ്റെ സൈഡുകളിൽ എവിടെയും വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ഈ ഒരു ഭാഗത്ത് കൂടി ടാറിങ് വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ മറ്റു സ്ഥലം നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാമായിരുന്നു. അയത്തിൽ ജംഗ്ഷനിൽ എത്തുന്നതിന് മുന്നേ ചെറിയ 2 പാലങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു തോട് ഷേപ്പിൽ ഇതുവഴി കടന്നു പോകുന്നു. മേവറം കഴിഞ്ഞ് ഇങ്ങോട്ട് കൂടുതലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല. ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി മണ്ണ് കൊണ്ടിട്ടെന്നല്ലാതെ മറ്റു വർക്കുകളൊന്നും ഇവിടെ നടക്കുന്നില്ല. അയത്തിൽ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പിയറിൻ്റെയും പിയർ ക്യാപ്പുകളുടെയൊക്കെ വർക്ക് പുരോഗമിക്കുകയാണ്. ഇനി അവസാനമായി ഒരു പിയർ ക്യാപ്പിൻ്റെ വർക്ക് കൂടി ഉണ്ട്. അതിൻ്റെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പം നടക്കുന്നത്. ഈ ഒരു അണ്ടർപാസിന് ശേഷം
ഒരു തോട് കടന്നു പോകുന്നുണ്ട്. ആ തോട് കഴിഞ്ഞ് കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. ഈ കോൺക്രീറ്റ് ഭിത്തിയും പിയർ ഗ്യാപ്പും തമ്മിൽ കണക്ട് ചെയ്യാനായിരിക്കാം. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നുണ്ട്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പോലെ തന്നെയാണ്. മെയിൻ റോഡിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങും ഇങ്ങും മണ്ണ് കൊണ്ടിട്ടതല്ലാതെ. അയത്തിൽ ജംഗ്ഷൻ കഴിഞ്ഞാലുടൻ ഒരു എൻട്രി പോയിൻ്റ് കാണാം. ഇവിടെ നിന്നും നേരെ സർവീസ് റോഡ് വഴി കല്ലുംതാഴ് ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാൽക്കുളങ്ങര അമ്പലത്തിന് മുൻവശത്ത് നിർമ്മിക്കുന്ന ചെറിയൊരു അണ്ടർപാസാണ്. ഇത് ലൈറ്റ് വെഹിക്കിൾസൊക്കെ കടന്നു പോകാൻ പറ്റിയ രീതിയിലുള്ള ചെറിയൊരു അണ്ടർപാസാണ്. ഇപ്പോൾ കാണുന്നത് റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ ഭാഗമാണ്. റെയിൽവേക്ക് കുറുകെയുള്ള ഗർഡറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ ആർച്ച് പോലുള്ള സ്റ്റീൽ വർക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് കല്ലുംതാഴം ഭാഗത്തെ അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ നിർമ്മാണവും നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ അറിവാൾ വർക്ക് പുരോഗമിക്കുകയാണ്. യാത്രകൾ കൂടുതലും സർവീസ് റോഡ് വഴിയായതിനാൽ റോഡിൻ്റെ ഒരു വശത്തെ കാഴ്ചകൾ മാത്രമാണ് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറുവശത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.